അപ്പൊ രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു എസ്തെറ്റിക് ഫ്ലവർ വൈസ് ഉണ്ടാക്കിയാലോ? നല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഐഡിയ കണ്ടത് കേട്ടോ. അപ്പൊ ഇപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് അടിപൊളിയാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചുറ്റി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്ലൂഗൺ ഒക്കെ വെച്ച് ഒട്ടിക്കേണ്ട ഒരു സംഭവമാണ്. എന്നാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അത് തന്നെ. അപ്പൊ നമ്മുടെ തലയിൽ ഇങ്ങനത്തെ ഓരോ കുരുട്ടു ബുദ്ധിയല്ലേ വരുള്ളൂ. പെട്ടെന്ന് പണി തീർക്കണം, പോകണം, കിടക്കണം, ഉറങ്ങണം. അതായിരുന്നു എന്റെ പ്ലാൻ. അപ്പൊ ഡബിൾ സൈഡ് ടേപ്പ് ചുറ്റിയെടുത്തതിന് ശേഷം ഓരോ സ്ട്രോ വീതം ഇതേപോലെ വെച്ചു കൊടുക്കണം കേട്ടോ. നല്ല അടുപ്പിച്ച് വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വെച്ചതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഏതോ ഒരു ക്രാഫ്റ്റിൽ ചെയ്തു വെച്ച ഒരു ബോ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതന്നെ. അപ്പോൾ അത് കാരണം ഞാൻ ഇതെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാം അല്ലേ? അയ്യോ, തല കാണുന്നില്ലല്ലോ. വെയിറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ എസ്തെറ്റിക് ക്യൂട്ട് ഫ്ലവർ വൈസ്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഈ ഒരു പൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.